വാർത്തകൾ തുടരുന്നു. ജീവൻ രക്ഷാ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച ആശങ്കകൾക്കിടെ മരുന്ന് കമ്പനികളുടെ ചെലവിൽ വിദേശയാത്ര നടത്തുന്ന ഡോക്ടർമാർ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ കുടുംബസമേതമാണ് വിദേശയാത്ര നടത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ചൈനയിലെ ഷാങ്ഹായിലേക്കും സിൽക്ക് എയറിന്റെ M1467 വിമാനത്തിലായിരുന്നു 80ഓളം ഡോക്ടർമാരും സംഘവും വിനോദയാത്ര നടത്തിയത്. ചൈനയിലെ ആർഭാട വിനോദസഞ്ചാര കേന്ദ്രമായ കോസ്റ്റ ക്ലാസിക്ക ക്രൂയിസിൽ 2 ദിവസത്തെ താമസം. അതിനുശേഷം ഫുക്കുവോക്കയിൽ ഷോപ്പിംഗും പൂർത്തിയാക്കി 7 ദിവസത്തിനുശേഷം സിൽക്ക് എയർ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ തിരിച്ചെത്തി. നിഡു സൗത്ത് കോസ്റ്റ എന്ന് പേരിട്ട ഈ യാത്ര USV എന്ന കുത്തക മരുന്ന് കമ്പനിയാണ് ട്രയൽ ബ്ലാസ്റ്റർ ടൂർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയിലൂടെ സ്പോൺസർ ചെയ്തത്. USV കമ്പനി നിർമ്മിക്കുന്ന ഗ്ലിക്കോമെറ്റ് GP എന്ന മരുന്നിന്റെ പേരൊട്ടിച്ച ബാഗുമായാണ് ഡോക്ടർമാർ ഉലകം ചുറ്റിയത്. കൂടുതൽ മരുന്ന് ശുപാർശ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഫ്രിഡ്ജും AC-യും പാരിതോഷികമായി നൽകുന്ന പ്രവണതയിൽ നിന്നു മാറി ഇപ്പോൾ കോടികൾ ചെലവ് വരുന്ന വിനോദയാത്രകളിൽ എത്തി നിൽക്കുകയാണ്. പാലക്കാട്ടെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ MN അൻവറുദ്ദീൻ പ്രസിഡന്റായ പാലക്കാട് മുന്നോട്ട് എന്ന പൗരാവകാശ സംഘടനയാണ് ഡോക്ടർമാരുടെ വിദേശയാത്ര ക്യാമറയിൽ പകർത്തിയത്. ഡോക്ടർമാരും മരുന്ന് കമ്പനികളും തമ്മിലുള്ള അവിഹിത ബന്ധം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. മരുന്ന് കമ്പനികൾ ദിവസവും പുതിയ പുതിയ ടെക്നിക്കുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരെ ചാക്കിലാക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിദേശയാത്രയും തുടങ്ങിയിരിക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യക്ക് മാതൃകയെന്ന് അഹങ്കരിക്കുന്ന മലയാളി ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഒരു ദിവസം അകത്താക്കുന്നത്. ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ജനങ്ങളെ കൊണ്ട് വില കൊടുത്ത് വാങ്ങിപ്പിക്കുന്ന മരുന്നുകളുടെ കമ്മീഷൻ പറ്റിയാണ് ഡോക്ടർമാരുടെ ഇത്തരം വിദേശയാത്രകൾ. ഡോക്ടർമാർക്കിടയിലെ പുഴുക്കുത്തുകൾ തിരിച്ചറിയണമെന്ന് കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന IMA സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചിരുന്നു. എവിടെയോ നമ്മുടെ ധാർമ്മികതയ്ക്ക്, നമ്മുടെ എത്തിക്സിന് ചിലയിടത്തെങ്കിലും അല്പം കോട്ടം സംഭവിച്ചിട്ടുണ്ട്, അപജയം സംഭവിച്ചിട്ടുണ്ട്. ചില കറുത്ത ആളുകളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് മുഴുവൻ ദുഷ്പേരുണ്ടാകുന്ന അവസ്ഥയുണ്ട് എന്ന് വരുമ്പോൾ അത് അവസാനിപ്പിക്കാനും ബോധിക്കാനുമുള്ള നടപടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മുഹമ്മദ് അലി വലിയാട്, ജീവൻ ന്യൂസ്, മലപ്പുറം.